Hello. Magic morning to all. Magic morning. Magic morning. Magic morning. Okay. Magic Start. morning. Okay. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ എടുക്കുന്നത് അജിത് കെ ഗോപാൽ സാറാണ്. സാർ എന്ന് പറഞ്ഞ JCI സോൺ ട്രെയിനറാണ്. ഓക്കെ. അപ്പോൾ സാർ ഇന്നത്തെ ടോപ്പിക് പറഞ്ഞ ലക്ഷ്യങ്ങൾ എന്നാണ്. അപ്പോൾ ലക്ഷ്യങ്ങൾ എന്ന ടോപ്പിക് കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ലിബിൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ലിബിൻ സർ. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ അല്ലേ? അതെ അതെ. സ്റ്റാർട്ട് ചെയ്യാം സർ. ഓക്കെ, ഞാൻ കുറേ സമയം ആ സാറിന്റെ ആ ഒരു എന്താ പറയുക രാവിലെ തന്നെയുള്ള ആ ഒരു സെഷൻ, മോർണിംഗിലുള്ള ആ ഒരു സെഷൻ ലയിച്ചിരുന്നത്. പെട്ടെന്ന് എന്നെ വിളിച്ചപ്പോഴാണ് ഞാനൊന്ന് അറിഞ്ഞത്. ഓക്കെ, നമ്മളോട് മികച്ച രീതിയിൽ ആ ഒരു മെഡിറ്റേഷൻ ക്ലാസ് എടുത്ത സാറിന്റെ പേരെന്തായിരുന്നു എന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. Safe sir. Safe sir. സേഫ് സാർ അല്ലേ? ക്ലാരിറ്റി Okay, thank ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ് കേട്ടോ സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളൊരു ദിവസം മീൻസ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സെഷനിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഒരു പറയുന്നത്. ഇത്തരം രാവിലെ തന്നെ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ സാറിൻ്റെ ഈ ഒരു സെഷൻ മീൻസ് രാവിലത്തെ ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും എന്താ പറയുക ധന്യമായി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സേഫ് സാറിന് വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ്. കാരണം നമ്മൾ പൊതുവെ സെഷൻസൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും നേരെ സെഷൻസിലേക്ക് കിടക്കുകയാണ് ചെയ്യാറ്. പക്ഷെ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം, വളരെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോം പരിചയപ്പെടാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലാവർക്കും ആദ്യമായിട്ട് ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. തുടങ്ങാലോ അല്ലേ നമുക്ക്? അതെ സർ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി ആയിക്കോട്ടെ. ഓഡിയബിൾ ആണല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സർ ഓക്കെ ആണ്. യെസ്, ഓക്കെ. എത്രമേൽ സരസമാ ലക്ഷ്യങ്ങൾ, അത്രമേൽ കഠിനമാ മാർഗങ്ങൾ. മണ്ണിലാണ് സ്വർഗം, ഈ നിമിഷമാണ് പറുദീസ. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എല്ലാവരും ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് മുന്നോട്ട് കുതിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വേണം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ലക്ഷ്യബോധത്തോടെ കുതിക്കുന്ന, കൃത്യമായ ലക്ഷ്യബോധത്തോടെ കുതിക്കുന്ന ഏകദേശം 30ഓളം പേരുടെ മുന്നിലാണ് ഞാൻ ഇന്ന് ഇരിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യത്തിലാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം നമുക്ക് അങ്ങനെ ലക്ഷ്യബോധം ഇല്ല എങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു 5:30 മണിക്ക് ആൾക്കാർ എഴുന്നേൽക്കുക തന്നെ ഇല്ല. കൃത്യമായിട്ട് പറയാറുണ്ട്, ലക്ഷ്യബോധമുള്ള ആൾക്കാർ മാത്രമാണ് കൃത്യമായി പുലർച്ചയിൽ എഴുന്നേൽക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ആ ലക്ഷ്യബോധമുള്ള ആൾക്കാർ മാത്രമേ ഇത്തരം സെഷൻസിലേക്ക് രാവിലെ തന്നെ നമുക്ക് പല പല ജോലികൾ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. അപ്പോൾ 5:30 മണിക്ക് എഴുന്നേറ്റ് കൊണ്ട് നമ്മൾ ഇത്തരം ആക്ടിവിറ്റീസിലേക്ക് കടക്കുന്നുണ്ട് എങ്കിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധം നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മൾ ഇത്തരം സെഷൻസിലേക്കും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാനും കൂടുതൽ അറിയാനും കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ നമ്മുടെ എന്താ പറയുക ഉത്തേജിപ്പിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുക അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, എനിക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോ? എനിക്ക് ഇനിയുള്ള ലക്ഷ്യങ്ങൾ, ഈ ഒരു ലക്ഷ്യം എനിക്ക് നേടിയെടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഓരോ ലക്ഷ്യങ്ങൾ നമ്മുടെ ഇതിലുള്ള 30 പേരുണ്ട്. 30 പേരും ഉണർന്നിരിക്കുന്നു എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പൊ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഓഡിയോ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് പറഞ്ഞാലും മതി. എങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല. നമുക്ക് ജീവിതത്തിൽ ഞാൻ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ ഒന്ന് പറയാമോ? സുബ്രഹ്മണ്യ സാർ പറയുന്നുണ്ട്, ഫിനാൻഷ്യൽ
ഫ്രീഡം എന്ന് പറയുന്നുണ്ട്. യെസ്, താങ്ക് യു. ഫിനാൻഷ്യൽ ഫ്രീഡം, സുബ്രഹ്മണ്യൻ സർ, യെസ്, എക്സലന്റ് ആണ്. ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് വേണം എന്ന ലക്ഷ്യം എല്ലാവർക്കും ഉണ്ട്. പെർഫെക്റ്റ് ഹെൽത്ത് എന്ന് രഞ്ജിത്ത് സാർ പറഞ്ഞിട്ടുണ്ട്. പെർഫെക്റ്റ് ഹെൽത്ത് എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് ഡെവലപ്മെന്റ് എന്ന് കൃഷ്ണമൂർത്തി സാറ് പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് ഡെവലപ്മെന്റ് നമുക്ക് ജീവിതത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, പെർഫെക്റ്റ് ഹെൽത്ത് വേണം, ബിസിനസ് ഡെവലപ്മെന്റ് വേണം. റെമഡിയൽ ടീച്ചർ, യെസ്, ഗ്രേറ്റ്. റെമഡിയൽ ടീച്ചർ എന്ന് നമ്മുടെ റോസാലിൻ മാം ആന്റണി സർ പറഞ്ഞിട്ടുണ്ട്. റെമഡിയൽ ടീച്ചർ, വേർഡ് എനിക്ക് ഇഷ്ടമായി. റെമഡിയൽ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടു ബി എ ഫിലിം മേക്കർ, യെസ്, അബ്ദുള്ള സാർ ടു ബി എ ഫിലിം മേക്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഷില മാം ഗുഡ് ട്രെയിനർ പറഞ്ഞിട്ടുണ്ട്. കരിയർ ഗ്രോത്ത് പറഞ്ഞിട്ടുണ്ട്. എന്റർപ്രണർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മളിപ്പോ കുറേ ആൾക്കാർ നമ്മുടെ ബെറ്റർ റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടുണ്ട്. കരിയർ ഗ്രോത്ത് പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ ഫ്രീഡം ആൻഡ് ബിക്കം എ സൈക്കോളജിസ്റ്റ്, ഗ്രേറ്റ് സർ. അഖില മാം പറഞ്ഞിട്ടുണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം ആവശ്യമാണ്, ബിക്കം എ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മുടെ എല്ലാ ആൾക്കാരും, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ചാറ്റ് ബോക്സ് പറഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ കൃത്യമായി നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഗുഡ് ലീഡർഷിപ്പ് ആവശ്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളാണ് ഇതൊക്കെ, അല്ലെ? അപ്പോ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ട്? തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ ഫ്രീഡം, കുറേ ആൾക്കാർ നമ്മൾ ചാറ്റ് ബോക്സ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളതിനകത്തൊക്കെ, ഈ ചാറ്റ് ബോക്സിനകത്ത് പറഞ്ഞിട്ടുള്ള ആൾക്കാരിലൊക്കെ ഉള്ളൊരു കാര്യം, നമ്മളൊക്കെ വലിയൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. വലിയ കുറേ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ബോധ്യമുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു ലക്ഷ്യം പറയുമ്പോൾ നമുക്ക് അത് ഏത് സമയത്ത് പൂർത്തീകരിക്കാൻ പറ്റുന്ന ലക്ഷ്യമായിരിക്കണം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഒരു റെമഡിയൽ ടീച്ചർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫിലിം മേക്കർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം, ഇപ്പോൾ ബിസിനസ് ഡെവലപ്മെന്റ്. ഇപ്പോൾ നമുക്ക് ഇന്ന വർഷം ഇന്ന സ്ഥാപനം തുടങ്ങിയിട്ട് ഇന്ന് വർഷമാകുമ്പോഴേക്കും അതിനെ എന്ത് ചെയ്യണം, എനിക്ക് റെഡിയാക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് നമ്മളൊരു ലക്ഷ്യം പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ലക്ഷ്യങ്ങളിനകത്ത് നമുക്ക് വേണ്ടുന്ന ഫസ്റ്റത്തെ കാര്യം, നമുക്കൊരു ലക്ഷ്യബോധം നിശ്ചയിക്കുമ്പോൾ ആ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നതാണ് ഫസ്റ്റത്തെ കാര്യം. നമ്മൾ സെറ്റ് ചെയ്തു, നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ആവശ്യമാണ്, അല്ലെങ്കിൽ പെർഫെക്റ്റ് എന്താ പറയുക റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, റെമഡിയൽ ടീച്ചർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ നമുക്ക് കൃത്യമായ ലക്ഷ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആ ലക്ഷ്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. നമുക്കൊരു ചിലപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ ആദ്യമൊക്കെ പറയാറുണ്ട്, എനിക്ക് 100 രൂപ കിട്ടുമ്പോൾ അത് മതിയായിരുന്നു. 1000 രൂപയിലേക്ക് എത്തിയപ്പോൾ, അല്ലെങ്കിൽ 10,000-ലേക്ക് എത്തിയപ്പോൾ, 50,000-ലേക്ക് എത്തിയപ്പോൾ, എനിക്ക് 50,000 എത്തിക്കഴിഞ്ഞാലും ഞാൻ വിചാരിക്കും, 10,000 കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കും 50,000 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സെറ്റായിരിക്കും, എൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം കൃത്യമായി നടക്കും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യും. പക്ഷേ എനിക്ക് 50,000 കിട്ടുമ്പോൾ എനിക്ക് 50,000 കൂടുതലുള്ള ഒരു ചെലവാണ് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലുപരിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഈ ബാധകളൊന്നും ഇല്ലാതെ ഫിനാൻസ് യൂസ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ മൈജി ഷാജിക്ക, അദ്ദേഹത്തിന്റെ വീട് കോഴിക്കോട് വലിയ രീതിയിൽ ചർച്ചയായ വീടാണല്ലേ. അപ്പൊ നമ്മളൊക്കെ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും, യൂട്യൂബ് ചാനലുകളിലും ഇൻസ്റ്റാഗ്രാം പേജിലും ഒക്കെ ഈ വീടാണ് ചർച്ച. അവിടെ വരുന്ന സെലിബ്രിറ്റീസിനെയാണ് ചർച്ച ഫോക്കസ് ചെയ്യുന്ന കുറേ മാധ്യമങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു മൈജി എന്ന് പറയുന്ന പ്രസ്ഥാനം ചെറിയൊരു ഷോപ്പ് കോഴിക്കോട് തുടങ്ങിയിട്ട് ഇന്ന് വലിയൊരു ശൃംഖലയായിട്ട് വലിയ രീതിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തോട് അദ്ദേഹം അഭിരമിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളാണ് എന്തായിട്ടുള്ളത്, അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ ലക്ഷ്യം നയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് എങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള വിഷയം എടുക്കുകയാണെങ്കിൽ അതിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിനു വേണ്ടി കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത്, ആദ്യം ലക്ഷ്യങ്ങൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്കറിയാം മൈജിയുടെ പേര് തന്നെ ആദ്യം 2G 3G, പിന്നെ അദ്ദേഹം എന്താക്കി അതിന്റെ പേര് മാറ്റി, ജികള് ജനറേഷൻസ് കുറെ കൂടുമ്പോൾ അദ്ദേഹം എന്താക്കി അത് മൈജി എന്ന് പറയുന്ന ലെവലിലേക്ക് പേര് മാറ്റി 4G 5G അങ്ങനെ പോകാതെ നേരെ അദ്ദേഹം മൈജി എന്ന് പറയുന്ന മൈ ജനറേഷൻ എന്ന ലെവലിലേക്ക് അദ്ദേഹം മാറ്റിക്കൊണ്ട് വലിയ വീട്, നമ്മളിപ്പോ പൊതുവെ പറയുന്നത് ഒരു വീട് എല്ലാവരുടെ ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോ റീസെന്റ് നിങ്ങളുടെ കൂടുതൽ ആൾക്കാർ കോഴിക്കോടാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കണം, കൃത്യമായ ലക്ഷ്യം നമുക്ക് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യബോധത്തോടെ നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അതേപോലെ തന്നെ ലക്ഷ്യബോധത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളിൽ മാറ്റം വരുത്തുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഉദാഹരണത്തിന് നമുക്കൊരു റെമഡിയൽ ടീച്ചറാണ് ആഗ്രഹമെങ്കിൽ, നമ്മൾ ആ ടീച്ചർ ആവണമെങ്കിൽ നമ്മളിൽ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മളൊരു ലക്ഷ്യബോധത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ ലക്ഷ്യബോധത്തിനെ കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ആ എപ്പോ തുടങ്ങണം, അതായത് ഉദാഹരണത്തിന് നമ്മൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയും, ഇന്ന വർഷത്തേക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ പൊതുവെ നമ്മൾ ഷോർട്ട് ടേം ഗോൾസിന്റെ ആൾക്കാരാണ്. നമ്മൾ ലോങ് ടേം ആയിട്ടുള്ള ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യൽ കുറവാണ്. പക്ഷെ ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്ത ആൾക്കാരാണ് കുറച്ചുകൂടി വിജയം കൈവരിക്കുന്ന ആളുകൾ എന്നാണ് പൊതുവെ പറയുക. കാരണം കൃത്യമായിട്ടുള്ള ലോങ് ടേം വിഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ മലബാർ ഗോൾഡുകാർ പറയും 2030 കൂടി വേൾഡിൽ മുഴുവനായിട്ട് 1000 ബ്രാഞ്ച്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു അതിശയോക്തിയാണ്. 2030 1000 ബ്രാഞ്ച് എന്ന് മലബാർ ഗോൾഡിന്റെ മുമ്പത്തെ പറയുമ്പോൾ അത് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു വിഷനിലാണ് അദ്ദേഹം പറയുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ കേൾക്കുന്ന ആൾക്കാർക്ക് നമുക്കത് കേൾക്കുമ്പോൾ അയ്യോ ഇതൊക്കെ നടക്കുമോ? കാരണം നമ്മുടെ നാട്ടില് ഒരു ദേശീയപാത വരണമെങ്കിൽ 40 വർഷം 50 വർഷം വേണം. അപ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷെ കൃത്യമായ വ്യക്തികളാകുമ്പോൾ കൃത്യമായ ലക്ഷ്യബോധത്തോടെ ചെയ്യുമ്പോൾ സെറ്റ് ചെയ്ത് അത് ഇന്ന വർഷം പറഞ്ഞ് കൃത്യമായ പ്ലാൻ പറയണം, കൃത്യമായ വർഷം പറഞ്ഞ് കൃത്യമായ ഡേറ്റ് പറഞ്ഞ് ഇന്ന വർഷത്തിലുള്ള നമ്മൾ ഈ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനുണ്ട് എന്തുണ്ട്, ഈ മാറ്റങ്ങളൊക്കെ അദ്ദേഹം സ്വയം കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പുറകിൽ സെറ്റ് ചെയ്യുന്നുണ്ട്, കൃത്യമായ സെറ്റ് ചെയ്യുന്നുണ്ട്, കൃത്യമായ വർഷം പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് സ്റ്റാർട്ട് എവിടെ ചെയ്യണം, അത് എൻ്റെ എവിടെ ചെയ്യണം, അതിന്റെ ഇടയിൽ എന്തൊക്കെ പ്ലാൻ ചെയ്യണം എന്നതൊക്കെ നമ്മുടെ ലക്ഷ്യബോധത്തിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മുകേഷ് അംബാനി, നമ്മളെല്ലാവരും ഇന്ത്യയിൽ ഏറ്റവും മികച്ച പണക്കാരനായിട്ട് പറയുന്ന ഒരാളാണ് മുകേഷ് അംബാനിയെ കുറിച്ച്. മുകേഷ് അംബാനി പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, അത് പരാജയപ്പെട്ട വ്യക്തിയാണ്. നമ്മൾ പറയുമ്പോൾ മുകേഷ് അംബാനിയുടെ മികച്ച നേട്ടങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ഒരു വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കഴിവ് നേടിയ വ്യക്തിയല്ല മുകേഷ് അംബാനി. അദ്ദേഹത്തിന്റെ അച്ഛനും പൊതുവെ പറയാറ് അദ്ദേഹം ഒരു എന്താ പറയാ പെട്രോൾ പമ്പിൽ ജീവനക്കാരനായിരുന്ന വ്യക്തിയാണ്. അവിടെ നിന്നാണ് ഇന്ന് ഈ ലെവലൊക്കെ അദ്ദേഹം വളർന്നത്. അപ്പോ അദ്ദേഹം അതിൽ കൃത്യമായിട്ടൊരു കോട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇഫ് യു ഫോക്കസ് ഓൺ ദ ഗോൾ യു വിൽ ഓവർകം ഓൾ ഒബ്സ്റ്റാക്കിൾസ്. ഇഫ് യു ഫോക്കസ് ഓൺ ദ ഗോൾ യു വിൽ ഓവർകം ഓൾ ദ ഒബ്സ്റ്റാക്കിൾസ്. ഇഫ് യു ഫോക്കസ് ഓൺ ഒബ്സ്റ്റാക്കിൾസ് യു വിൽ നെവർ റീച്ച് യുവർ ഗോൾ എന്നാണ് പറയുന്നത്. നമ്മൾ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് മുൻനിർത്തിക്കൊണ്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള പാതയിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്കവിടെ രാജപാത തുറന്നിടും എന്നാണ് പറയുന്നത്. അല്ലാതെ ഒബ്സ്റ്റക്കിൾസിന് അതിനുള്ള തടസ്സങ്ങളെ മാത്രം നമ്മളിപ്പോ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതാണ് ഫസ്റ്റ് പറയാം അല്ലെ. ഞാനിപ്പോ ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ അഭിപ്രായം ചോദിക്കും, ചങ്ങായിമാരുടെ ചോദിക്കും ഒരു ബിസിനസ് ആണെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ എടാ ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ഓക്കെ, എക്സാമ്പിൾ XOR ഒരു ചെരുപ്പ് ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചെരുപ്പ് ഷോപ്പ് പറയും ഇപ്പൊ എത്ര ബ്രാൻഡുകളുണ്ട്, നിനക്ക് അതിനോട് പിടിച്ചെടുക്കാൻ പറ്റുമോ, ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ, മാത്രമല്ല ഇത് ഷോപ്പിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഡയറക്റ്റ് പൈസ കിട്ടൂല, അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് റോൾ ചെയ്ത് സാധനം വിറ്റാൽ മാത്രമേ ഷോപ്പുകാർ പൈസ തരുള്ളൂ, ഇതൊക്കെ നിനക്ക് താങ്ങുന്ന കാര്യമാണോ, നീ ലോൺ എടുക്കണ്ടേ, ലോൺ എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ അടവ് അടക്കണ്ടേ, നിനക്ക് ഇപ്പോൾ നിലവിലത്തെ എത്ര ബാധ്യതയുണ്ട്, ഇതിനിടയിൽ നീ പുതിയ ലോൺ കൂടി എടുക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ. ഇങ്ങനെ കുറെ ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ നെഗറ്റീവ് സൈഡ്സ് ആണ് എന്ത് ചെയ്യുക പറഞ്ഞു തരിക. ഒബ്സ്റ്റാക്കിൾസ്, അതിന് തടസ്സങ്ങൾ എന്ത് ചെയ്യും നമ്മൾ ഫോക്കസ് ചെയ്യും. നമ്മൾ ആ ലക്ഷ്യങ്ങളിലേക്ക് എന്ത് ചെയ്യും എത്തുന്നതിന് മുന്നേ നമ്മൾ ആ അതിന് വരുന്ന തടസ്സങ്ങൾ എന്ത് ചെയ്യും. നമ്മൾ എന്തായാലും ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ അതിന് ലാഭവും നഷ്ടവും എല്ലാം പഠിക്കണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം മാർക്കറ്റ് സ്റ്റഡി നടത്തണം, അത് ലോസ് വന്നാൽ എന്തായിരിക്കും അവസ്ഥ, ലാഭം വന്നാൽ എങ്ങനെയായിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ലോസ് വന്നാൽ ഏത് രീതിയിൽ മേക്കപ്പ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിക്കണം. ഒരു ബിസിനസ് ഒക്കെ ഇറങ്ങുമ്പോൾ മാർക്കറ്റ് സ്റ്റഡി ആവശ്യമാണ്. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യുക എന്തായിരിക്കും, ഇത്തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ്, എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും കേൾക്കുന്ന ഒരാളുണ്ട്. ലക്ഷ്യബോധത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എഴുതിയൊരു കത്ത് വളരെ ഫേമസ് ആണ്. 970 അദ്ദേഹം എഴുതിയൊരു കത്താണ്. അതായത് 970 കാലഘട്ടം, അദ്ദേഹം 970 കാലഘട്ടത്തിനകത്ത് അദ്ദേഹത്തിന്റെ ഏകദേശം 30ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുതിയൊരു കത്താണ്. 980 ആകുമ്പോഴേക്കും ഞാൻ ഈ അമേരിക്കയിൽ US ഉള്ള ആളാണ്. അദ്ദേഹം എഴുതിയൊരു കത്ത് 970 അദ്ദേഹം എഴുതിയ കത്താണ്. 980 ആകുമ്പോൾ ഞാൻ ഇവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സിനിമാ നടനായിത്തീരും. അതേപോലെ 10 ദശലക്ഷം കോടി രൂപ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും.
ഞാൻ അതിനു വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്ന ഏറ്റവും മികച്ച ഒരു സിനിമ അഭിനയം ഞാൻ സമൂഹത്തിന് വേണ്ടി കാഴ്ചവെക്കും. ഞാൻ സന്തോഷത്തോടെയും മൈത്രിയോടെയും ജീവിക്കും. 1970 അദ്ദേഹം ഈ കത്തെഴുതിയത്. 1973 എന്ത് ചെയ്തിട്ടുള്ളത്? അതിനുശേഷം 1973 വരെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുള്ളൂ പക്ഷേങ്കിൽ. പക്ഷേ ഈ പറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ അദ്ദേഹം തന്റെ ഈ ലക്ഷ്യങ്ങളൊക്കെ നിറവേറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കത്ത് ഇന്നും പ്ലാനറ്റ് ഹോളിവുഡ് എന്ന് പറയുന്ന ന്യൂയോർക്കിൽ അവിടെ ഈ കത്ത് ഇന്നും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വെച്ച് നിധി പോലെ സൂക്ഷിക്കുന്നുണ്ടെന്നാണ്. ഏറ്റവും ഫേമസ് ആയിട്ട് ലോകത്ത് അറിയപ്പെടുന്ന കത്തുകളിൽ ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള കത്ത്. ലീജൻ ഫാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കത്താണ്. നിങ്ങൾ ഈ കത്തിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ജീവിതത്തിൽ? ലീജൻ ഫാൻ എഴുതിയ കത്തിനെ കുറിച്ച് ആരെങ്കിലും കേട്ട ആൾക്കാരുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യോ? തൊള്ളായിരത്തി 1970 എഴുതിയ ഈ ഒരു കത്തിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? 1980 ആകുമ്പോഴേക്കും ഞാൻ ഇത്ര ഈ ലീജൻ ഫാൻ എന്ന് പറയുമ്പോ ചിലപ്പോ നമുക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും അല്ലെ? ആരാപ്പ ഈ ലോകം അറിയപ്പെടുന്ന ഈ ഒരു സിനിമാക്കാരെന്നുള്ളത്. ഞാൻ വേറൊരു പേര് കൂടി പറയാം. ഇപ്പൊ അബ്ദുൽ സാറ് പറഞ്ഞിട്ടുണ്ട്, നോ പറഞ്ഞിട്ടുണ്ട്. യെസ്, അബ്ദുൽ സാർ നോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ കേട്ടില്ലെങ്കിൽ അങ്ങനെയും പറയാം കേട്ടോ. യെസ് മാത്രമല്ലല്ലോ, നോ. ഇപ്പൊ മണിസാർ പറഞ്ഞിട്ടുണ്ട്, നോ പറഞ്ഞു. താങ്ക് യു സർ. ദിവ്യ ദിനോസ് മാം പറഞ്ഞിട്ടുണ്ട്, നോ പറഞ്ഞിട്ടുണ്ട്. യെസ്, അതാണ് നമ്മൾ 3 പേരായ നമ്മൾ എല്ലാവരും ലിസണേഴ്സ് ആണ് പ്രതീക്ഷിക്കുകയാണ്. യെസ്, നമുക്ക് അറിയില്ലെങ്കിൽ ഓക്കെ, നോ. അറിയാമെങ്കിൽ യെസ്. രണ്ടും നമുക്കൊരു പ്രതികരണമാണേ. ഓക്കെ, സുലേഖ അബി മാം പറഞ്ഞിട്ടുണ്ട്, നോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു പേര് മാറ്റുകയാണേ. സുയി സാർ പറഞ്ഞിട്ടുണ്ട് ബ്രൂസ്ലി. ഈ ഒരു പേര് കേട്ടിട്ടുണ്ടാവും അല്ലെ? ബ്രൂസ്ലി എന്ന് പറയുന്ന ലീജൻ ഫാൻ എഴുതിയിട്ടുള്ള കത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഈ ഒരു സിനിമ നമ്മൾ കേട്ടിട്ടുണ്ടോ? യെസ്, കൃഷ്ണമൂർത്തി സാർ യെസ് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ലീജൻ ഫാനിൽ നിന്ന് ബ്രൂസ്ലിയിലേക്ക് മാറുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ പേര് കുറച്ചുകൂടി നമുക്ക് അറിയാം എന്നതാണ്. അപ്പോ ലീജൻ ഫാൻ എഴുതിയ ഒരു കത്താണ്. അതായത് 1980 ആകുമ്പോഴേക്കും ഞാൻ അമേരിക്കയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സിനിമാ താരമാവും, 10 ദശലക്ഷം ഡോളർ സമ്പാദിക്കും, അതേപോലെ തന്നെ അതിനുശേഷം ഞാൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും മൈത്രിയോടെയും ജീവിക്കും. ഇങ്ങനെ ഒരു കത്ത് 1970 അദ്ദേഹം എഴുതുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹം വലിയ സിനിമകളൊന്നും ആയിട്ടില്ല. പക്ഷേ തന്റെ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി, കാരണം 10 വർഷമാണ് അതിനു വേണ്ടി അദ്ദേഹം മാറ്റി വെച്ചത്. നമ്മൾ അങ്ങനെ ചിന്തിക്കുമോ? നമ്മള് ജോജു എന്ന് പറയുന്ന നടനുണ്ട് മലയാളത്തിൽ, ജോജു ജോർജ്. അദ്ദേഹം പല രീതിയിൽ വിവാദങ്ങളിലൊക്കെ എന്റെ കറണ്ട് ഇവിടെ പോയിട്ടുണ്ട്. എന്നെ വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഇൻവെർട്ടറാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. എന്റെ പുറകിലുള്ള ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? സോറി, പെട്ടെന്ന് ലൈറ്റ് പോയത് കറണ്ട് പോയിട്ടല്ല കേട്ടോ. ഇപ്പൊ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്. പുറകിൽ ലൈറ്റ് ഓഫ് ആയിട്ടാണ് ഉള്ളത്, ഒരു ലൈറ്റ് മാത്രമാണ് ഓൺ ആയിട്ടുള്ളത്. ഓക്കെ, എനിവേ, നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഈ കാര്യം ഇതേപോലെ ജോജു ജോർജ് എന്ന് പറയുന്ന താങ്ക് യു മാം, ജോജു ജോർജ് എന്ന് പറയുന്ന നടനോട് ഒരു ആങ്കറിങ്ങിൽ ഒരു ചോദിക്കുന്നത്, നിങ്ങൾ ഇത്ര വർഷം എന്തായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അയാൾ 16 വർഷത്തോളാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു ചെറിയ വേഷങ്ങൾ അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം സിനിമാ ഫീൽഡിൽ പിടിച്ചു നിന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രണയമായിരുന്നു സിനിമയോട് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം മലയാളത്തില് അറിയപ്പെടുന്ന നടനായിട്ട് മാറുക എന്നുള്ളതായിരുന്നു. അതിന് വേണ്ടിയിട്ട് 16 വർഷമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്, ജീവിതം സാക്രിഫൈസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട്. നമ്മളൊക്കെ 16 വർഷം സിനിമ, ഒരു അബ്ദുൽ സാർ നേരത്തെ എന്നോട് സിനിമ ഫീൽഡ് പറഞ്ഞു, ഫിലിം മേക്കർ ആവണം എന്ന് പറഞ്ഞു. നമ്മളൊരു ഫിലിം മേക്കർ ആവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ ബ്രൂസ്ലി പറഞ്ഞതുപോലെ നമുക്ക് 10 വർഷം കൊണ്ട് ഇന്ന രീതിയിലേക്ക് ആവണം. 1973 അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. 1973 അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. 1973 അദ്ദേഹം മരണപ്പെടുമ്പോൾ നമ്മുടെ ബ്രൂസ്ലി ജൂലൈ 20 അദ്ദേഹം മരണപ്പെടുന്നത്. 1973 ആകുമ്പോഴേക്കും, 3 വർഷം ആകുമ്പോഴേക്കും അദ്ദേഹം ഇതൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലെ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന സിനിമ നടനായിട്ട് ആരും മാറിയിട്ടുണ്ട്? ബ്രൂസ്ലി മാറിയിട്ടുണ്ട്. അതേപോലെ അദ്ദേഹം പൈസക്കാരനായിട്ടുണ്ട്, അദ്ദേഹം ഫേമസ് ആയിട്ടുണ്ട്, അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് പറഞ്ഞൊരു സംഭവത്തിൽ അദ്ദേഹം തെറ്റിപ്പോയി. കാരണം ഒരു നിഗൂഢ മരണമായിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകും. 1973 ജൂലൈ 20 അദ്ദേഹം മരണപ്പെടുക, സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് മരണപ്പെടുകയാണ്. അപ്പൊ അതൊരു കുറെ ചർച്ചയാണ്. അദ്ദേഹത്തെ മരണം, അതിനുണ്ടായിട്ടുള്ള ചതികളും ഒക്കെ ചർച്ചയായിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഈ 3 വർഷം കൊണ്ട് അദ്ദേഹത്തിന് നേടിയിട്ടുണ്ട്, നമ്മുടെ ലക്ഷ്യം നേടിയിട്ടുണ്ട്. അതേപോലെ ഈ ജോർജ് ജോർജ് നടനെ കുറിച്ച് പറയുകയാണെങ്കിലും കൃത്യമായിട്ട് ഇത്തിരി വർഷം അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു
ഇന്ന് കാണുന്ന ജോജി ജോർജിലേക്കും ഇന്ന് കാണുന്ന നടനിലേക്കും ഒക്കെ വളർന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ നമ്മൾ ഇറങ്ങിയ ഒരു വലിയൊരു സിനിമയുണ്ടായിരുന്നു, പൃഥ്വിരാജ് സിനിമ. കണ്ടവരുണ്ടോ? വലിയൊരു പുസ്തകത്തെ ആസ്പദമാക്കിയിട്ട് എഴുതിയ ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിന്റെ പേര് ആർക്കും ഓർമ്മയുണ്ടോ? കുറേ വർഷം നമ്മുടെ ചർച്ചയായ ഒരു സിനിമയായിരുന്നു. അതൊരു വലിയൊരു, നമ്മൾ ലക്ഷ്യബോധത്തൊക്കെ പറയുമ്പോൾ നമ്മളിത് മനസ്സിലാക്കി, ഇത്തരം സിനിമകളും ഇത്തരം സിനിമകൾ നമ്മൾ എല്ലാവർക്കും മോട്ടിവേഷൻ ആണല്ലോ, കുറെ പെട്ടെന്ന് നമ്മളിലേക്ക് ക്യാച്ച് ചെയ്ത കാര്യമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പം പൃഥ്വിരാജിന്റെ വലിയൊരു കോടികൾ വാങ്ങിയുള്ള സിനിമ ഉണ്ടായിരുന്നു. പൃഥ്വിരാജാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് വലിയൊരു എന്താ പറയാ, നമ്മുടെ മലയാളീസിന് പ്രത്യേകിച്ച് വളരെ ടച്ച് ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു അത്. ഓർമ്മയുണ്ടോ ആ സിനിമ? ഒരു മലയാള സിനിമ ഇപ്പൊ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു സിനിമ ഉണ്ടായിരുന്നു. യെസ്, ആടുജീവിതം. നമ്മളെല്ലാവരും ആ പുസ്തകം വായിച്ചിട്ടുണ്ടാവും. ആടുജീവിതം, ബെന്യാമിന്റെ ആടുജീവിതം നമ്മൾ വായിച്ച ആൾക്കാരുണ്ടാവും. അതൊക്കെ ആ ബെന്യാമിന്റെ ആടുജീവിതം കിട്ടിയപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്നിട്ടാണ് മിക്ക ആൾക്കാരും വായിച്ചത്. ഞാൻ അടക്കമുള്ള എല്ലാ ആൾക്കാരും ഇരുന്നിട്ട് പിന്നെ എണീക്കാൻ തോന്നൂല. നമ്മളൊരു പുസ്തകം തുറന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ 4-5 പ്രാവശ്യം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വായിച്ചു തീർക്കുക, അല്ലെങ്കിൽ കുറെ പ്രാവശ്യം അത് അങ്ങനെ മീൻസ് അവിടെ വെക്കുക, ചിലപ്പോൾ പൂർത്തിയാക്കാൻ പറ്റുന്നത്. പക്ഷെ ബെന്യാമിന്റെ ആടുജീവിതമൊക്കെ കിട്ടിയപ്പോ ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് അപ്പൊ തന്നെ വായിച്ചു തീർക്കണം. അത് പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ആ സെക്കൻഡിലേക്ക് പോലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു സിനിമ. അത് സിനിമയാക്കിയിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജ്. എത്രയോ വർഷങ്ങൾ അതിനു വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്, സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ കുറെ വർഷം, 10 വർഷത്തിലധികം അദ്ദേഹം 2008-ലോ 2009-ലോ മറ്റാണ് ഈ ചർച്ച തുടങ്ങുന്നതാണ് പറഞ്ഞത്. അത്രയും വർഷങ്ങള് 10-ലൊക്കെ ചർച്ച തുടങ്ങിയിട്ടതിന് ശേഷം 2024-ല് സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഒരു സിനിമക്ക് വേണ്ടിയിട്ട് 10ഉം 12ഉം 13ഉം 14ഉം വർഷമൊക്കെ ഒരു ഫിലിം മേക്കേഴ്സ് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനെയാണ് ഒരു ലക്ഷ്യബോധത്തിന് ഉദാഹരണം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം കൃത്യമായിട്ടൊരു ലക്ഷ്യബോധം. പക്ഷേ പല പല ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടായിട്ടുണ്ട്, കോവിഡും മറ്റും ഒക്കെ ആയിട്ട് പല പല പ്രശ്നങ്ങൾ ആ സിനിമക്ക് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം ആ ലക്ഷ്യം നേടി എന്നുള്ളതാണ്. നമ്മൾ ഫൈനലി നമ്മൾ അതിന്റെ റിസൾട്ടാണ് പറയാ. സിനിമ ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ ഓക്കെ, ആർക്കും അറിയത്തില്ല ആ സിനിമ ഇറങ്ങിയോ ഇല്ലയോ. പക്ഷെ അതിനു മുന്നേ അത് ബ്ലസ്സി സംവിധായകൻ ആ ലക്ഷ്യബോധം നേടിയിട്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും നമുക്ക് ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മൾ കൃത്യമായ ലക്ഷ്യബോധം സെറ്റ് ചെയ്യുക. ഒരു വർഷം കൃത്യം പറയും, ഇന്ന വർഷത്തിനുള്ളിൽ ഇന്ന ലക്ഷ്യം ഞാൻ നേടിയിരിക്കും. അതിന് വേണ്ടിയിട്ട് അതിനുള്ള കുറേ പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടാകും. ആ പ്രതിസന്ധികൾ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് തരണം ചെയ്യാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം. മാർക്കറ്റ് ബിസിനസ്സിലേക്കാണെങ്കിൽ അത് കൃത്യമായിട്ട് ലക്ഷ്യം, ഇൻവെസ്റ്റ്മെന്റ് എത്ര, ഫണ്ട് എത്ര, അതിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര, അതിനത്ര ഡ്യൂറേഷൻ, അതിന്റെ മീൻസ് നമ്മൾ എത്ര നാള് കൊണ്ട് അതിന് തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ അതിന് ശേഷം എത്ര, 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എത്ര, 5 വർഷം കഴിഞ്ഞാൽ എത്ര, 10 വർഷം കഴിഞ്ഞാൽ എത്ര. നമ്മൾ ഓരോ ആൾക്കാർ നമ്മുടെ ലൈഫിൽ ആ ഗോൾ സെറ്റ് ചെയ്യണം. അത് ബിസിനസ്സിൽ മാത്രമല്ല, ജീവിതത്തിലായാലും. ഞാൻ ഇന്നിപ്പോ 2025-ല് ഞാനിപ്പോ ഇരിക്കുന്നത് ഒരു സ്കൂളിലാണ്. ഞാൻ സ്കൂൾ സ്റ്റാഫാണ്. ഇപ്പൊ ഞാൻ സ്കൂളാണ് ഉള്ളത്. അപ്പോൾ 2030 ആകുമ്പോഴേക്ക് എന്താണ് ഞാൻ ആവേണ്ടത്, 2035 എന്തായിരിക്കണം എന്റെ ലക്ഷ്യം, കൃത്യമായി 10 വർഷത്തെ ഗോൾ എനിക്കുണ്ട്. അപ്പൊ ഞാനിപ്പോ സംസാരിച്ചൊരു 10 വർഷം കഴിഞ്ഞ് നമ്മൾ മീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു പദ്ധതിയും 10 വർഷത്തോളം പോട്ടെ, അത്രയും ലോങ് ടേം പോട്ടെ എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ അതേപോലെ പോവാണ് നമുക്ക് വീണ്ടും സംസാരിക്കുമ്പോൾ നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളിനകത്ത് ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ 35-ലേക്ക് എത്തുമ്പോൾ എന്റെ പേര് ലിപിൻ കെ ഗോപാൽ എന്നതിന് മുന്നേ കുറച്ച് പേരുകൾ കൂടി വേറെ ചേർക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കും. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷ്യബോധത്തെ നമ്മൾ എത്താൻ വേണ്ടി ഓരോ ആൾക്കും പറ്റണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സമയം എത്ര വരെ പോകാം ആരൊക്കെ ഒന്ന് പറയാവോ? നമ്മൾ ഇതിന്റെ ടൈം നമുക്ക് 6 കാലമായിട്ടുണ്ട്. പോവാട്ടോ സർ, നമുക്ക് 10 മിനിറ്റ്സ് ഫീഡ്ബാക്ക് സെഷൻ ആണ്. 6:20 വരെ എടുക്കാം സർ. എത്രയും ഒന്നും ക്ലിയർ ആയില്ല. 6:20 വരെ ക്ലാസ് എടുക്കാം. 10 മിനിറ്റ്സ് ഫീഡ്ബാക്ക് സെഷൻ ആണ്. ഒരു 5 മിനിറ്റ് കൂടെ അതിന് മുന്നിലുള്ള അല്ലേ? ഓക്കെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, റെഡി. അപ്പൊ ഓക്കെ, ഇപ്പൊ നിലവിൽ 6 കാലായിട്ടുണ്ട്. എന്റെ മുന്നിൽ ഒരു 5 മിനിറ്റാണ് ബാക്കിയുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലക്ഷ്യബോധത്തിലേക്ക് ഉദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കഥ കൂടി പറയാൻ നിർത്തുകയാണ്. കാരണം നമുക്ക് സമയം ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ലോകത്തില് നമ്മൾ പല 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 മേഖലകളിൽ പ്രവർത്തിച്ച ആൾക്കാരെ നമുക്കറിയാം. അപ്പൊ അതില് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കഥ നേടുന്ന, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ കഥ. കാരണം നമ്മൾ ബ്രൂസ്ലിയെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ കേൾക്കാത്ത, അല്ലെങ്കിൽ ബ്രൂസ്ലിയിലേക്ക് വന്നപ്പോൾ നമ്മൾ കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വനിതയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഒരു കഥ എന്ന് പറയുന്നത്, ഞാൻ ആ കഥയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഉത്തർപ്രദേശ് സ്വദേശിനിയാണ്. അത് ആ ഒരു സന്ദർഭത്തിലൂടെയാണ് അദ്ദേഹം കുറച്ചുകൂടി ലോകത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നത്. കാരണം അദ്ദേഹം
ലക്നൌവിൽ നിന്ന് നമ്മുടെ ഡൽഹിയിലേക്ക് കുതിക്കുന്ന പത്മാവതി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വനിതയായിരുന്നു. അങ്ങനെ ആ ട്രെയിൻ പതുക്കെ മൂവ് ചെയ്ത് ബറേലി എത്തിയ സമയത്ത് അവിടെ കുറച്ച് അക്രമകാരികൾ ഈ ട്രെയിനിലേക്ക് കയറുകയാണ്. അപ്പൊ അങ്ങനെ അക്രമകാരികൾ ഈ ട്രെയിനിലേക്ക് കയറി ഈ യുവതിയെ, വനിത ഒറ്റക്കാണ് ഉണ്ടായിരുന്നത്, അവരെ ആക്രമിക്കുകയാണ്, കവർച്ചക്കാരെ ആക്രമിക്കുകയാണ്. അക്രമമൊക്കെ സ്വാഭാവികമായിട്ട് ഇവർ പ്രതികരിക്കുകയാണ്, തിരിച്ചങ്ങോട്ട് റിയാക്ട് ചെയ്യാണ്. ഒരാൾ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ ചില ആൾക്കാർ പേടിച്ച് പിന്മാറും, ചില ആൾക്കാർ റിയാക്ട് ചെയ്യും. അപ്പോൾ ഈ വനിത എന്ത് ചെയ്യാണ്, ഇതിനായിട്ട് റിയാക്ട് ചെയ്യാണ്. അങ്ങനെ ബറയിലെ സമയത്ത് ഈ വനിതയെ ആ ട്രെയിനിലെ കവർച്ചക്കാരെന്ത് ചെയ്യാണ്, എടുത്ത് നമ്മുടെ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിയുകയാണ്. അപ്പൊ അങ്ങനെ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിഞ്ഞു. സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് ട്രെയിൻ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിന് വന്നു, ആ ട്രെയിൻ ഇവരുടെ കാലിലേക്ക് കയറുകയാണ്. അങ്ങനെ കാലിൽ ട്രെയിൻ കയറി രക്തത്തിൽ കുളിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ കിടക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ കുറച്ച് ആൾക്കാർ കണ്ടു, വഴി പാസ് ആൾക്കാർ കണ്ടു. അവരെ എടുത്ത് ബറേലി ജില്ലാ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ജില്ലാ ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു കാലം അങ്ങനെ തന്നെ ചതഞ്ഞരഞ്ഞിട്ടാണ് ഉള്ളത്. ഒരു തരത്തിലും റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആ കാല് ചതഞ്ഞരഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ ജസ്റ്റ് അനസ്തേഷ്യ പോലും കൊടുക്കാൻ സൗകര്യം ആ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, ബറേലി ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നില്ല. ജില്ലാ ഹോസ്പിറ്റലായി, സർക്കാർ ഹോസ്പിറ്റലായിരുന്നു, ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റുക എന്നത് മാത്രമാണ് ഡോക്ടർമാർ അപ്പോ ജീവൻ നിലനിർത്താൻ വേണ്ടി പറഞ്ഞൊരു വഴി എന്ന് പറയുന്നത്. കയ്യോടെ അനസ്തേഷ്യ പോലും കൊടുക്കുക. നമുക്കറിയാം, ഒരു നമ്മുടെ ബോഡിയിലൊക്കെ എന്തെങ്കിലും ഒരു കൃത്യമായി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അനസ്തേഷ്യ കൊടുത്താൽ അതിനൊന്ന് മയക്കും എന്ന് പറയാം. പക്ഷെ അനസ്തേഷ്യ പോലും കൊടുക്കാതെ ഓൾറെഡി വല്ലാതെ രീതിയിൽ വേദന അനുഭവിക്കുന്ന ഒരു യുവതി, ഒരു പെൺകുട്ടിയാണ്. കാല് ചതഞ്ഞറിഞ്ഞിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ കാല് വീണ്ടും എന്ത് ചെയ്യാണ്, മുറിക്കുകയാണ്. അനസ്തേഷ്യ നൽകാതെ മുറിക്കുകയാണ്. അങ്ങനെ മുറിച്ച് മാറ്റി അതിനുശേഷമാണ് അവരുടെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കിയപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്ന UP-യിൽ നിന്നൊരു വോളിബോൾ താരമാണ്. അപ്പൊ ഇത് അറിഞ്ഞപ്പോൾ കുറച്ചുകൂടി അദ്ദേഹത്തിന് പരിഗണന കിട്ടുകയാണ്. നേരെ അദ്ദേഹത്തെ എയിംസിലേക്ക്, ഡൽഹിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു. ഡൽഹിയിൽ ട്രീറ്റ്മെന്റ് നടത്തി കുറേ നാളുകൾ, 4 മാസത്തോളം അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ ഹോസ്പിറ്റൽ വാസത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റൽ വാസത്തിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം, അച്ഛൻ മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിലും ആകസ്മികമായ മരണം കാരണം ആ കുടുംബം വല്ലാതെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു അച്ഛന്റെ മരണം, ആ മരണത്തിൽ അമ്മയും അനിയത്തിയും ഒക്കെ അതിൽ പ്രതികളാവുകയാണ്. ഇങ്ങനെ അച്ഛനെ മരണപ്പെട്ട കേസിനകത്ത് ഒരു സഹോദരനുണ്ട്. സഹോദരൻ ബിസിനസ് നടത്തി അതിൽ കൂടെ പരാജിതനായി. പിന്നെയുള്ളത് ഇവളുടെ ഒരു പ്രതീക്ഷ, ഇവിടെ ഒരു വോളിബോൾ താരമാണ്, ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി ട്രയൽസിനൊക്കെ പോയിട്ട് ഡൽഹിയിലേക്ക് പോവുകയാണ്. അപ്പോ ആ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ ആ സമയത്ത് ഈ വോളിബോൾ താരമായിരുന്നു. ആ വോളിബോൾ താരത്തിന്റെ കാലാണ് മുറിച്ച് മാറ്റപ്പെട്ടത്. അവരാണ് ഇപ്പോൾ ഡൽഹി എയിംസ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഇപ്പൊ 4 മാസത്തോളം ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോഴാണ് ആ വനിത ഒരു പേപ്പർ വാർത്ത കാണും, ഇന്ന സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങിയെന്ന്. അപ്പോൾ അത് നോക്കുമ്പോൾ അത് എവറസ്റ്റിലേക്കുള്ള യാത്രയായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യം തന്റെ സഹോദരനടുത്തുണ്ട്. സഹോദരനോട് പറയാണ്, കേട്ടാ എനിക്ക് ഇങ്ങനെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കണം എന്ന് പറയാം. സ്വാഭാവികമായിട്ട് സുഹൃത്തുക്കളെ, 2 കാലും 2 കൈയും പൂർണ്ണ ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ആൾക്കാർക്ക് പോലും ബാലികേറ മലയാണ് എവറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എവറസ്റ്റ് കൊടുമുടികളും കൊടും തണുപ്പുകളും ഒക്കെയുള്ള ആ എവറസ്റ്റ്, വല്ലാത്തൊരു കാലാവസ്ഥയിൽ എവറസ്റ്റ് കീഴടക്കണം എന്നാണ് ആര് പറയുന്നത്? ഒരു കാലില്ലാത്ത തന്റെ സഹോദരി കിടക്കയിൽ കിടന്നുകൊണ്ട് പറയുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇത് കേട്ടപ്പോ ആ സഹോദരന് ആദ്യം ഒന്ന് സഹതാപം തോന്നി. കാരണം എന്താണ് സഹോദരിയോട് പറയണ്ടേ? സഹതാപം തോന്നി. ഒരു എന്താ പറയാ, ഒരു വികാരങ്ങളില്ലാതെ ഒരു നിർമ്മിഷമായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. സഹോദരി ഇങ്ങനെ നോക്കി. അപ്പൊ അങ്ങനെ അതിനുശേഷം അവര് പറയാണ്, ഇല്ല, എനിക്കിത് എന്റെ ലക്ഷ്യമാണ്, എനിക്ക് എന്തായാലും എവറസ്റ്റ് കീഴടക്കണം. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. ഇദ്ദേഹം എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഒരു വനിതക്ക് തന്റെ ലക്ഷ്യം കൃത്യമായിട്ട് മനസ്സിൽ ഇത് കേറിപ്പോയി, കൃത്യമായിട്ട് നേടണം എന്ന് പറഞ്ഞ വിശ്വാസം വന്നിട്ടുണ്ട്, ആഗ്രഹം വന്നിട്ടുണ്ട്, അതിനോട് അടങ്ങാത്ത ആഗ്രഹം തീവ്ര വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ പറഞ്ഞ പെൺകുട്ടി ജംഷഡ്പൂരിലേക്ക് കയറുകയാണ്. കാരണം ഈ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വനിത ബചേന്ദ്രി പാലിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ബചേന്ദ്രി പാലിനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട്, എവറസ്റ്റ് എനിക്ക് കീഴടക്കണം. അപ്പോ അവളുടെ കണ്ണിൽ കണ്ടിട്ടുള്ള ആ ഒരു അരുണാഭം, ആ തിളക്കം കണ്ടപ്പോ ബചേന്ദ്രി പാൽ പറയുകയാണ്, കുട്ടി, നീ ഓൾറെഡി എവറസ്റ്റ് കീഴടക്കി കഴിഞ്ഞു. ഇനി അത് നീ ലോകത്തിന് മുന്നിൽ തെളിയിക്കുക മാത്രമേ വേണ്ടുള്ളൂ. നിനക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. എല്ലാവിധ സഹായങ്ങളും
ഞാൻ നിനക്ക് വേണ്ടി നൽകാമെന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെ ബചേന്ദ്രി പാൽ എന്ന് പറയുന്ന ആ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള ആദ്യത്തെ വനിതയുടെ സഹായത്തോടു കൂടി നമ്മുടെ ഈ വനിത പരിശീലനം ആരംഭിക്കുകയാണ്. അതികഠിനമായിട്ടുള്ള പരിശീലനം, അതികഠിനമായിട്ടുള്ള, കാരണം എവറസ്റ്റ് സാധാരണഗതിയിൽ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അതുവഴി. അവിടെയാണ് കാല് നഷ്ടപ്പെട്ടിട്ടും ഒരാൾ പോകുന്നത്. പല രീതിയിൽ കഷ്ടപ്പെട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാണ്. തണുപ്പിൽ പോയി നടന്ന് തണുപ്പിലൂടെ കുന്നും മലയൊക്കെ കയറി പ്രാക്ടീസ് ചെയ്യാണ്. പലപ്പോഴും മുട്ടിൽ നിന്നൊക്കെ ചോര വാർന്നൊലിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം സ്റ്റീലാണ് ഇട്ടിട്ടുള്ളത്, താൽക്കാലികമായി സ്റ്റീൽ ഇട്ടിട്ടാണ് കയറുന്നത്. പക്ഷെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ചോരയൊക്കെ വാർന്നൊലിച്ചുകൊണ്ട് വല്ലാത്തൊരു അവസ്ഥയിലൂടെ കിടക്കുകയാണ് ആ കുട്ടി. പക്ഷെ എങ്കിലും തന്റെ ലക്ഷ്യം എവറസ്റ്റ് കീഴടക്കുക എന്നുള്ളതാണ്. അങ്ങനെ പതുക്കെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് 52 ദിവസം അദ്ദേഹം എന്ത് ചെയ്യാണ്, നമ്മുടെ എവറസ്റ്റ് യാത്രയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. 52 ദിവസമാണ് അദ്ദേഹം എടുത്തത്. 52ാമത്തെ ദിവസമാണ് നമ്മുടെ ഈ പെൺകുട്ടി ആ എവറസ്റ്റിലേക്ക് എത്താൻ വേണ്ടി പോവുക. പലപ്പോഴും മഞ്ഞ് വീഴ്ചയും ഹിമക്കാറ്റും ഒക്കെ ആയിട്ട് വളരെ ദുർഘടമായ പാതയാണ് എവറസ്റ്റ് എന്ന് പറയുന്നത്. ആ ദുർഘടമായ പാതയിൽ പലപ്പോഴും തളർന്നു വീഴുന്നുണ്ട്, തിരിച്ചെണീക്കുന്നുണ്ട്, സുഹൃത്തുക്കളൊക്കെ പിന്തിരിപ്പിക്കുന്നുണ്ട്. നീ തിരിച്ചു പോയിക്കോളൂ, നിനക്കൂടെ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഈ വേദന കാണാൻ പറ്റാതെ, ഈ ചോര കാണാൻ പറ്റാതെ, കാരണം തണുപ്പിലൊക്കെ ചോര അങ്ങനെയൊന്നും പെട്ടെന്ന് വരത്തില്ല, കട്ട പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെയും ചോര വാർന്നെടുക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്രയും പരിതാപകരമായ അവസ്ഥയിലായിരുന്നു നമ്മുടെ ഈ പെൺകുട്ടിയുണ്ടായിരുന്നത്. പക്ഷെ എങ്കിലും ഇവളുടെ ലക്ഷ്യം കൃത്യമായിരുന്നു, അതിൽ കൃത്യമായി എനിക്ക് നേടണം എന്ന ലക്ഷ്യം അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ 2013 മെയ് 21 രാവിലെ 10:50 ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ പോയിട്ട് അദ്ദേഹം സ്ഥാപിക്കുകയാണ്. അപ്പൊ അങ്ങനെ 2013 മെയ് മാസം 21 തന്റെ ലക്ഷ്യം അദ്ദേഹം നേടുകയാണ്. അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഒരു വനിത എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പേരാണ് അരുണിമ സിൻഹ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടില് ഇത്തരത്തിലുള്ള കുറെ ആളുകളുണ്ട്. അപ്പോ അരുണിമ സിൻഹ എന്ന് പറയുന്ന ആ ഒരു വനിത ലക്ഷ്യബോധത്തിന്റെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഉദാത്തമായ മാതൃകയാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2015 പത്മശ്രീ കൊടുത്തുകൊണ്ട് അരുണിമ സിൻഹയെ നമ്മുടെ രാഷ്ട്രം ആദരിച്ചിട്ടുണ്ട്. പ്രതിസന്ധികളെ, രോഗങ്ങളെ, ശാരീരിക പരിമിതികളെ, പ്രശ്നങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യാൻ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടി കയറിയിട്ടുള്ള അരുണിമ സിൻഹയുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ലക്ഷ്യബോധം നൽകുന്നത് വളരെ വലുതാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. ആ ലക്ഷ്യബോധം എല്ലാവർക്കും നൽകുന്നത് വളരെ വലിയൊരു സന്ദേശമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത്, നമുക്ക് ലക്ഷ്യങ്ങൾ സംസാരിച്ചിരിക്കാനുള്ളതല്ല, ആ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുള്ളതാണ്, അത് പരിശ്രമിക്കാനുള്ളതാണ്. ജീവിതത്തിൽ എല്ലാവർക്കും മികച്ച ഒരു ലക്ഷ്യം ഉണ്ടാവട്ടെ. മേൽപ്പറഞ്ഞ മുഴുവൻ ലക്ഷ്യങ്ങളും എല്ലാവർക്കും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ ലിബിൻ സർ, താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ഒരുപാട് സാർ പറഞ്ഞപ്പോൾ ഗോള് എന്ന് തോന്നുന്നു എനിക്ക് ചെറിയ കുട്ടികളിൽ പോലും ഉണ്ടായിരിക്കും, ചെറുതാണെങ്കിൽ പോലും. പക്ഷെ അത്രയും അതിനെ ക്ലാരിഫൈ ചെയ്യുന്നിടത്തും അതിന് കറക്റ്റ് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നിടത്താണ് ആ ഗോൾ കംപ്ലീറ്റ് ആവുന്നത്. സോ അതിനു വേണ്ടി നമ്മുടെ BM Magic എന്ന് പറഞ്ഞാൽ ഓൾറെഡി എല്ലാവരും ഗോൾ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്, എല്ലാം ഓക്കെ ആയിട്ടുള്ളവരാണ്. അപ്പൊ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റാ, അതിൽ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഇപ്പൊ അതുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സംസാരിക്കാനുള്ള ഒരു ടൈം സെഷൻ ആണ്. അപ്പൊ എനിവേ ഈ ഒരു സെഷന്റെ ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ആരാണ് ഫസ്റ്റ് സംസാരിക്കുന്നത്? ഫസ്റ്റ്ലി അൺമ്യൂട്ട് ചെയ്യാട്ടോ, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താലും മതി. മണി സർ. മാജിക് മോർണിംഗ് ലിബിൻ സർ, മാജിക് മോർണിംഗ്. നല്ലൊരു സെഷനായിരുന്നു, നല്ലൊരു പ്രസന്റേഷൻ ആണ്. നമുക്ക് ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അറിവുകൾ തന്നതിന് നന്ദി പറയാണ്. ഒരുപാട് മഹൽ വ്യക്തികളുടെ കാര്യങ്ങളും ലൈഫ് സ്റ്റോറിയും ചേർത്ത് ഇണക്കിക്കൊണ്ടിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. ബ്രൂസ്ലിയുടെ ആയാലും ശരി, ഇപ്പം ഈ പറഞ്ഞ അരുണിമ സിൻഹയുടെ കാര്യമായാലും ശരി, അവരുടെയൊക്കെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നുകൊണ്ട് നമ്മൾ അതിലേക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളത് സാർ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഗോളിലേക്ക് എത്തണമെങ്കിൽ നമുക്കത് നേടിയെടുക്കാനുള്ളതാണ്
പരിശ്രമിച്ച് നേടാനുള്ളതാണെന്നുള്ള ഒരു ബോധം നമുക്ക് വേണമെന്നുള്ളത് സാർ വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മണി സർ. ദെൻ നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നേ? യെസ്, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. എന്തായാലും ആക്ഷൻ ആണ് ഞാൻ അതിൽ മനസ്സിലാക്കിയത്. കംപ്ലീറ്റ് എന്തിനും ആക്ഷൻ തന്നെ തുടരുക തന്നെ വേണം. താങ്ക് യു വെരി മച്ച് സർ. അഗെയിൻ റിമൈൻഡിങ്. ഓക്കെ, കൃഷ്ണമൂർത്തി സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടായിരുന്നോ? ഓക്കെ, ഗുഡ് മോർണിംഗ് സാർ. വളരെ Good നല്ലൊരു morning. ക്ലാസ് ആയിരുന്നു. സൂപ്പർ ക്ലാസ് എന്ന് പറയാം. ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വിഷയം മാത്രം പോരാ, മിഷനും വേണമെന്ന് സാർ വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സാർ. താങ്ക് യു. Thank you so much, ma'am. ഓക്കെ ദിവ്യ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്താൽ നമുക്ക് ഒരുപാട് പേര് ചാറ്റ് ബോക്സ് വഴിയും അറിയിക്കുന്നുണ്ട്. ഇനി ലിബിൻസ് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും സാറ് ഭാഗത്ത് ഇതുപോലത്തെ സെഷൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, എനിവേ താങ്ക് താങ്ക് യു മാം. ഗോപിക കൃഷ്ണ മാം, എല്ലാവർക്കും തീർച്ചയായിട്ടും നല്ലൊരു ശുഭദിനം ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്നതിൽ ഒരു സജഷൻ പറഞ്ഞോട്ടെ. ഓക്കെ. ഇതിനകത്ത് ഞാൻ കയറിയപ്പോൾ ഇറക്കിയതിനകത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഈ മീറ്റിംഗിൽ കയറുന്നത്. അതുപോലെ തന്നെ നാളെയും കയറണമെങ്കിൽ, മീൻസ് ഒരു കാഴ്ചക്കാരായിട്ട് കയറണമെങ്കിൽ ഇതെങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ഓക്കെ, ഓക്കെ, അതറിയില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ആയിക്കോട്ടെ. താങ്ക്സ്. അജിഷ മാമിന് മെസ്സേജ് ചെയ്താൽ മതി സർ. ഓക്കെ, ഷുവർ. താങ്ക് യു. ശരി, എനിവേ എല്ലാവർക്കും താങ്ക് യു. ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇനിയും കാണാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും ലീവ് ചെയ്തോളൂ. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. Thank you so much. Magic morning to all. താങ്ക് യു. Thank you.